മെമ്മസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോയിലായിട്ട് പോകുന്നതിന് നമ്മുടെ ചാനൽ ആദ്യമായിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ മറക്കാൻ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ പിന്നെ ബെൽ ബട്ടൺ ഇങ്ങനെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സാറ്റർഡേ വ്ളോഗാണ് കേട്ടോ. ഇതൊരു ഈവനിങ് സാറ്റർഡേ വ്ളോഗാണ്. അമ്മ തന്നെ എനിക്ക് വേണ്ടിയിട്ട് അമ്മ എനിക്ക് വേണ്ടിയിട്ട് ഹോംവർക്ക് എഴുതുന്നുണ്ട്. ഹോംവർക്ക് അല്ല, റിവിഷൻ്റെ വർക്ക് ഷീറ്റ് എഴുതാണ്. ആ ബുക്കെങ്കിലും ഒന്ന് കാണിക്കുക. ഇല്ല, നോക്കി കാണിക്കുക. ശരി, പിന്നൊക്കെ പറഞ്ഞു കൊടുത്തല്ലേ. കൊറിയർ ഉണ്ടോന്ന് ചേട്ടന്, അവയ്ക്ക് കൊറിയർ ഉണ്ടോന്ന് ചേട്ടൻ കാണിക്കുന്നുണ്ട്. എൻ്റെ അമ്മ എനിക്ക് ഹോംവർക്ക് ഹോംവർക്ക് എല്ലാം വർക്ക് ഷീറ്റ് എഴുതി തരുന്നുണ്ട്. എൻ്റെ അമ്മ എനിക്ക് വർക്ക് ഷീറ്റ് എഴുതി തരുന്നുണ്ടെങ്കിൽ അമ്മയെ കാണിച്ചില്ലെന്നുള്ള അമ്മ എന്നെ ഇതുവരെ അടിച്ചിട്ടില്ല. അതുകൊണ്ട് അമ്മ എന്നെ അടിക്കത്തില്ല എന്ന് എനിക്ക് അറിയാം. മനസ്സിലായി, ഇതുവരെ ഞാൻ ഒന്നും തെറ്റിച്ചിട്ടില്ല ഫ്രണ്ട്സ്. അമ്മേനെ കാണിച്ചില്ലെന്ന് ആരും പറയരുത്, അമ്മയെ കാണിച്ചിട്ടുണ്ട് ഫ്രണ്ട്സ്. അപ്പം നമുക്ക് പുറത്തൊക്കെ പോയി നടന്നു. ഫ്രണ്ട്സ് കണ്ടോ, ഇവിടെ ഒരു മുല്ലപ്പൂ വിളിച്ചു. സാധ്യമായിട്ടാണ് നമ്മുടെ വീട്ടിൽ മുല്ലപ്പൂ വരുന്നത്. പക്ഷെ ഇത് മുല്ലപ്പൂവിൻ്റെ ഇതാണ്. ജമന്തിപ്പൂ ഒക്കെ ഉണ്ട്. ഇതാ ഗൈസ് എൻ്റെ സൈക്കിളിൻ്റെ ടയർ പഞ്ചർ. പക്ഷെ അത് ശരിയാക്കിയിട്ട് ആരും ശരിയാക്കി തരുന്നില്ല. നൈസൊരു റംബൂട്ടാൻ്റെ മഴയാണ് തോന്നുന്നത്. റംബൂട്ടാനാണ്. ഇടയ്ക്ക് വല്ലപ്പോഴും ഞാൻ ഇവിടൊക്കെ നടക്കും കേട്ടോ. പിന്നെ ഇവിടെ തുളസി നിൽപ്പുണ്ട്. അങ്ങനെ എല്ലായിടത്തും പല പല സാധനങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. കുറേ നമ്മളുടെ വീട്ടിൽ പണ്ടാണെങ്കിൽ ഈ ബ്രിഞ്ചോള് അതൊക്കെ ഉണ്ടായിരുന്നു, ടൊമാറ്റോ ഒക്കെ ഉണ്ടായിരുന്നു. എനിക്കൊരു 4 വയസ്സൊക്കെ ഉള്ളപ്പോൾ ബ്രിഞ്ചോള്, അതുപോലെ തന്നെ മറ്റേ നമ്മുടെ തക്കാളി, പച്ചമുളക് ഒക്കെ ഉണ്ട്. അപ്പം അതിൻ്റെ തൈ ഇവിടെ ഉണ്ടെന്ന് പറയുന്നു. പച്ചമുളകില്ല. അങ്ങോട്ട് ഫ്രണ്ട്സ് ഇതാണ്. കാശിച്ചേട്ടനൊക്കെ ഇങ്ങോട്ട് വരാൻ വേണ്ടി പോവാണ് കേട്ടോ. വന്നിട്ടില്ല. ഇപ്പം ഇവിടെ അടുത്തെത്തിയെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കല്ലിന്താഴത്തെത്തിയെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ജാക്കി മാമൻ നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു കല്ലിന്താഴം എത്തി എന്ന് പറയാൻ വേണ്ടിയിട്ട്. കുറേ നാളായിട്ടാണ് ഞാൻ ചേട്ടനെ കണ്ടിട്ട്. ഡിസംബറിൽ കണ്ടിട്ട് പിന്നെ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ഡിസംബറിലല്ല, ഇതിന് മുമ്പേ കണ്ട്, അത് കഴിഞ്ഞിട്ടും കണ്ട്. പിന്നെ ഞാൻ ഇതുവരെ ചേട്ടനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഫ്രണ്ട്സ്. അപ്പോൾ അമ്മ വേണ്ട കുളിച്ചു. അവിടെ പോയിട്ട് ഞാൻ നേരത്തെ കുളിച്ചു. ഇപ്പോഴാണ് അമ്മ, ജാക്കി മാമനാണെങ്കിലും അമ്മേനെ വിളിച്ചായിരുന്നു. അപ്പം അമ്മയാണെങ്കിൽ എന്താ വിളിച്ചത് എന്ന് വേണ്ടി നോക്കാൻ പോയപ്പോഴാണ് കണ്ടത്. അപ്പം മാമനെ വിളിച്ച് മാമൻ പറഞ്ഞു ഇവിടെ എത്താനായിരുന്നു. അപ്പോൾ ഇനി എന്തൊക്കെ ചെയ്യണമെന്ന് അറിഞ്ഞല്ലേ. ചേട്ടനൊക്കെ വരും എന്ന് പറയുമ്പോൾ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിനി എന്തായാലും അവർ വരുമ്പോൾ കാണാമേ. ചേട്ടനെ കേദവാവയും കണ്ടപ്പോൾ മിമോസ് ഭയങ്കര ഹാപ്പിയായി. പിന്നെ ഒന്നും നോക്കിയില്ല. പിന്നെ കുറച്ച് സമയത്തേക്ക് മിമോസ് വേറെ ഏതോ ലോകത്തായിരുന്നു. കേദവാവ ഇപ്പം ഇത്തിരി വലുതായത് കൊണ്ട് ഇങ്ങനെ എപ്പോഴും കാണാത്തത് കൊണ്ട് വരാനൊക്കെ ഒരു ബുദ്ധിമുട്ട്, ഒരു കരച്ചിലും ഒരു പിണക്കമൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. കേദവാവ നല്ല ടയേർഡായിരുന്നു. കാരണം അവർ എറണാകുളത്ത് നിന്ന് വന്നതല്ലേ. അപ്പോൾ കാറിൽ അങ്ങനെ കുറേ സമയം ഇരുന്ന് നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു. അവൻ്റെ മുഖത്ത് തന്നെ അതറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ വാവയ്ക്ക് ചെറിയൊരു ചുമയും ഒക്കെ ഉള്ളത് കൊണ്ട് അവൻ ആ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാഴ്ചയിലുണ്ട്.
അത് കഴിഞ്ഞിട്ട് ദേ മാമനും മോളും കൂടെ എന്തൊക്കെയോ കളിയായിരുന്നു. പ്രതീക്ഷിക്കാതെ കേതയൊക്കെ വന്നപ്പോഴത്തേക്കും ഭയങ്കര ഹാപ്പിയായി. കാശിനെയും കേതയും കണ്ടിട്ട് കുറേ മാസമായി, 2-3 മാസമായിരുന്നു അവരെ കണ്ടിട്ട്. മിമോസ് സോജാമ്മയെ വിളിക്കാനായിട്ട് ഇങ്ങനെ റോഡിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. കേത കേത ചിതയിലാണോ? ഫ്രിഡ്ജ് ഇരിക്കുന്നോട്ടെ. അവന്റെ പോക്കറ്റിലുണ്ട് കാശീന്റെ. എടാ കള്ള, അവന്റെ പോക്കറ്റിലുണ്ട്. കേതു കേതു അങ്ങനെ കുറേ സമയം വർത്താനമൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ഫുഡ് കഴിക്കാനുള്ള പുറപ്പാടിലായിരുന്നു. അവർ പെട്ടെന്ന് വന്നതുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. വിളിച്ച് പറയാതെ സർപ്രൈസായിട്ട് വന്നതാണ്. അതുകൊണ്ട് പെട്ടെന്ന് ഞങ്ങൾ ഫുഡൊക്കെ കുക്ക് ചെയ്തു. പിന്നെ കടയിൽ നിന്ന് പൊറോട്ടയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കറിയെല്ലാം വീട്ടിൽ തന്നെ കുക്ക് ചെയ്തു. ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചു. എന്നിട്ട് പിന്നെ പെട്ടെന്ന് അവർ പോകാനായിട്ട് ഇറങ്ങി. കാരണം സോജാമ്മയുടെ അമ്മ ഹോസ്പിറ്റലിൽ കിടക്കുന്നത് കൊണ്ട് 8 മണിക്ക് മുന്നേ ഹോസ്പിറ്റലിൽ കയറണം കാണാനായിട്ട്. അത് കഴിഞ്ഞ് മിമൂസ് ദേ കേതവാവേനെ എടുക്കണമെന്ന് പറഞ്ഞിട്ട് ആദ്യം അവൻ മേടിച്ചിട്ട് ചെന്നില്ല. മേലാതിരിക്കുന്നത് കൊണ്ടുള്ള ഇത്തിരി ഒരു പിണക്കവും കരച്ചിലൊക്കെ ആയിരുന്നു കേതവാവ. അങ്ങനെ പിന്നെ അവർ പെട്ടെന്ന് തന്നെ പോകാനിറങ്ങി. പെട്ടെന്ന് വന്ന് പെട്ടെന്ന് പോയ പോലെ ആയിപ്പോയി. അങ്ങനെ പോയപ്പോൾ മിമൂസിന് ആകെ വിഷമമായിപ്പോയി. കുറേ സമയം അവനെ കളിപ്പിക്കാനും ഒന്നും പറ്റിയില്ല. അങ്ങനെ പിന്നെ അവരപ്പം തന്നെ പോകാനായിട്ട് ഇറങ്ങിയിട്ട് പുറത്ത് നിന്നിട്ട് കുറേ നേരം ഇങ്ങനെ കൗണ്ടറൊക്കെ പറഞ്ഞ് നിൽക്കുമായിരുന്നു എല്ലാവരും കൂടി. കേതനെ കളിപ്പിച്ച് മതിയായില്ല മിമോസിന്. അതുകൊണ്ട് വെളിയിറങ്ങി സിറ്റൗട്ടിൻ്റെ അവിടെ നിന്നിട്ട് മിമോസ് ഇങ്ങനെ കളിച്ചുകൊണ്ട് ഇങ്ങനെ ഓരോന്ന് പറയുമായിരുന്നു. പിന്നെ സോജാമ്മയുടെ യൂട്യൂബ് ചാനലിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് ചിരിക്കുകയും കളിക്കുകയൊക്കെ ചെയ്തു. പിന്നെ വേണ്ട അവർ ഹോസ്പിറ്റലിൽ പോകാനുള്ള തിരക്കാരണം, അല്ലെങ്കിൽ അവർ കുറച്ചും കൂടെ ലേറ്റായിട്ടേ പോകത്തുള്ളായിരുന്നു. പെട്ടെന്ന് വന്ന് കുറേ സമയം ഇരിക്കാനും വർത്തമാനം പറയാനും ഒന്നും പറ്റിയില്ല. ഇനിയിപ്പോൾ കാശിക്ക് എക്സാമൊക്കെ ആയതുകൊണ്ട് പോയിട്ട് ഇനി എക്സാമൊക്കെ കഴിഞ്ഞിട്ട് അവർ വരത്തുള്ളൂ. പക്ഷേ വെക്കേഷന് വരുമ്പോൾ കുറേ ദിവസം കളിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് മിമോസിനെ ഒരുവിധം സമാധാനപ്പെടുത്തി നിർത്തിയത്. മിമോസിന് വന്നെന്ന് പറഞ്ഞപ്പോൾ ഉള്ള സന്തോഷവും പോയപ്പോൾ ഉള്ള സങ്കടവും കൂടി കണ്ടപ്പോൾ നമുക്കും കൂടി വിഷമമായിപ്പോയി. അല്ല ടാറ്റാ ചോറ് കൊടുക്കുന്ന കുഞ്ഞിന് ടാറ്റ കച്ചു. കുഞ്ഞിനെ അവിടെ വെച്ചേ തലകാരണം കാണാൻ പറ്റുന്നില്ലേ? അവിടെ സീറ്റ് ഉണ്ടല്ലേ? ചേക്കണ വരുന്നെന്ന് പറഞ്ഞപ്പോഴേ അമ്മൂനെ കൊണ്ട് ഇൻട്രൊഡക്ഷൻ അങ്ങ് എടുപ്പിച്ച്. ഫോണെന്തി പോലെ വണ്ടി വരും. ടാറ്റാ ചേക്കേണ്ട നാളെ പോവോ? ടാറ്റാ അവ ഫ്രണ്ടിലോട്ട് നോക്കിയ. അപ്പോൾ ഫ്രണ്ട്സ് ചേട്ടനൊക്കെ വന്നു. ചേട്ടനൊക്കെ പോയിട്ടോ. മോളയമ്മ ആണെങ്കിൽ ഫുഡൊക്കെ കഴിച്ചിട്ട് അപ്പം തന്നെ പോയി. മോളയമ്മ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കശിച്ചേട്ടൻ്റെ അമ്മ സജാപ്പിയുടെ അമ്മ ഹോസ്പിറ്റലിലാണ്. അതുകൊണ്ട് അമ്മമ്മ കാണാൻ അവർ പോയി. പിന്നെ ജാക്കി മാമൻ ഇന്ന് തന്നെ തിരിച്ചു പോയിട്ടോ. അപ്പോഴത്തേക്കിനും ഇന്നോ നാളെയോ തിരിച്ചു പോകും. നാളെ വെളുപ്പിന് ഇന്ന് രാത്രിയോ തിരിച്ചു പോകും. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചാനൽ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബും ലൈക്കും ഷെയർ കമൻറ്റും പിന്നെ താഴെ കാണുന്ന ബെൽ ബട്ടണും കൂടി അമർത്തുക. നമുക്ക് അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും ദിസ് ഇസ് റെഡ്മ മിമൂസ്. ബൈ.